സാന്ദ്ര, ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്നുണ്ടോ പപ്പൻ ഇനി മുതൽ പൊട്ടുദോശ എന്നറിയപ്പെടും, തട്ടുദോശയെ പൊട്ടുദോശ എന്നറിയപ്പെടും. സാന്ദ്ര ഇട്ടേക്കുന്ന പൊട്ടിന്റെ വലിപ്പമൊക്കെ കാണത്തുള്ളൂ ഇനിയിപ്പോ ദോശയ്ക്ക്. ഇനി മുത്ത് ഇഡ്ഡലി എന്ന് അറിയപ്പെടും, വട്ടു ബോണ്ട എന്നറിയപ്പെടും, മഞ്ചാടി വട, ഔൺസ് ചായ എന്ന കണക്കിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ അവസ്ഥയിലേക്കൊക്കെ മാറേണ്ടി വരുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തമ്പാനൂരോട്ട് ഇറങ്ങിയാൽ അവിടെ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഓംലെറ്റും 3 ദോശയും കൂടെ ഒരു 55-60 രൂപയ്ക്ക് അടിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണെന്ന് തോന്നുന്നു, അല്ലേ സാന്ത്വന? അതെ അരുൺ, തമ്പാനൂരൊന്നും ഇപ്പോൾ പഴയ തമ്പാനൂരല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ രാവിലെ തന്നെ കടയിൽ വന്നൊരു ചായയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പകുതി ഞാൻ കുടിച്ചതാണ് നമ്മുടെ ആദിലിൻ്റെ ലൈവിൻ്റെ സമയത്ത്. ഇത്ര ചായ എല്ലാം നിറച്ച് ചായ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചായയുടെയും അതുപോലെ തന്നെ ഈ വടയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ്, നേരത്തെ നമ്മൾ തമ്പാനൂർ ഭാഗത്തൊരു കടയിൽ ലൈവ് കൊടുക്കാൻ ഒരു സാധാരണ ചായക്കടയാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറയായിരുന്നു ചായക്ക് 15 രൂപയാക്കി. നേരത്തെ 10 രൂപയായിരുന്നു. വട, അതായത് കഴിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ചെറുകടികൾക്കെല്ലാം 15 രൂപയാക്കി. അങ്ങനെ രണ്ടിനും കൂടെ 15 രൂപ വീതം ആക്കിയിട്ടുണ്ട്. നേരത്തെ 10 രൂപ. അപ്പൊ നമ്മളൊരു ചായയും ഒരു കടിയും കഴിച്ചു പോകണമെങ്കിൽ 10 രൂപ അധികം കൊടുക്കണം എന്നുള്ളതാണ് അരുൺ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വില കൂട്ടാതിരിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 3000 രൂപയ്ക്ക് മുകളിലായി ഗ്യാസിന്റെ ഒരു കുറ്റി ഗ്യാസിന്റെ വില. അപ്പം നമ്മൾ ഈ ചേട്ടനോട് സംസാരിക്കാൻ, അപ്പോൾ പുള്ളി പറയുകയായിരുന്നു ഒരു നിവർത്തിയില്ല, വില കൂട്ടണ്ട എന്നുള്ളത് തന്നെയാണ് തീരുമാനം. പക്ഷേ എങ്ങനെ കൂട്ടാതെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആകെ പ്രതിസന്ധിയാണല്ലേ. എത്ര രൂപ ഇപ്പോൾ ഒരു ഗ്യാസിന് കൊടുക്കുന്നത്? 3400. ഗ്യാസൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല ഇപ്പോൾ. എത്ര രൂപ കൂട്ടി ചായക്കും കടിക്കും ഒക്കെ? ചായ കടി 12 രൂപയാണ്. നേരത്തെ 10 രൂപയായിരുന്നല്ലേ. ഇനിയിപ്പോ നമ്മള് എന്തിനൊക്കെ വില കൂട്ടും? ദോശ പീസ എല്ലാം വില കൂട്ടും, 10 രൂപ കൂട്ടും. എത്ര രൂപ വീതം കൂട്ടാനാ തീരുമാനം? 7 രൂപ സാറിന് 80 രൂപ ആവും. ദോശക്ക് എത്ര രൂപയാവും? മസാല ദോശക്കൊക്കെ? കല്ലൊക്കെ 75 രൂപ ആവും. ഇപ്പൊ 65 രൂപയാണ്. ശരി അരുൺ, അതാണ് പറയുന്നത്. ഈ 75 രൂപ നമുക്ക് കാണാം. ഇതാണ് ദോശയും പൊറോട്ടയും ഒക്കെ ഉണ്ടാക്കുന്ന ഈ കല്ലെന്ന് പറയുന്നത്. ഇത് രാവിലെ ഈ ചേട്ടൻ പറയായിരുന്നു രാവിലെ ഒരു 6 മണിയാകുമ്പോൾ കട തുടങ്ങി കഴിഞ്ഞാൽ 10 മണി വരെ. 11 മണി വരെ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പൊറോട്ടയൊക്കെ നേരത്തെ തന്നെ നിർത്തിയിട്ടുണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ കത്തിച്ചിട്ട് പൊറോട്ട ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് അത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദോശയാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് തന്നെ ഈ ഗ്യാസിന്റെ വിലയ്ക്ക് ഇങ്ങനെ കൂടുകയാണെങ്കിൽ 10 രൂപ, നിലവിൽ ഇപ്പോൾ 65 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിപ്പോൾ കൂട്ടിയിട്ടില്ല. 6-ാം തീയതി ഒരു സമരമൊക്കെ ഉണ്ട്. അപ്പോൾ സമരത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഈ വില കുറയുകയാണെങ്കിൽ എന്തായാലും വില കൂട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ വില കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 10 രൂപ ദോശയ്ക്കടക്കം കൂട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് വന്നാൽ കാണാം, നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഇൻഡക്ഷൻ കുക്കറും അതുപോലെ തന്നെ ഇലക്ട്രിക് കെറ്റിലും ഒക്കെ വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ ഈ ചായക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഗ്യാസ് ഒക്കെ വെച്ചാണ് ചായ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആകെ മാറിയിരിക്കുകയാണ്. എല്ലാം ഇലക്ട്രിക് സംവിധാനങ്ങളിലേക്ക് കാര്യം മാറിയിരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ചായയാണ് ഈ കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. അപ്പോൾ ചായ വിറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് നഷ്ടമാണ്. അപ്പോൾ ചായ വിൽക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗ്യാസിന്റെ ഒരു ഉപാധി എന്ന നിലയിൽ ഈ ഇലക്ട്രിക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അവിടെയും തീരുന്നില്ല. ഈ ഗ്യാസിന് കൊടുക്കുന്നതിന്റെ ഇരട്ടി വില അടുത്ത മാസത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ കൊടുക്കേണ്ടി വരുമെന്ന നെഞ്ചെടുപ്പോടെ നിൽക്കുകയാണ് ആ ചേട്ടൻ. കാരണം ഇതിന് എത്ര രൂപയാണ്? ഇത് വെച്ചിട്ട് 1 മാസം ആകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി കറണ്ട് ബില്ല് വന്നിട്ടില്ലല്ലേ? വരുമ്പോൾ എത്ര രൂപയാകും? അതാണ് നല്ല കറണ്ട് ബില്ല് വരും. അത് പേടിച്ച് നിൽക്കുകയാണ്. എത്ര രൂപയാകും? 30,000 രൂപയോ 40,000 രൂപയൊക്കെ വരുമോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത്. ഈ കടക്കാരെ മാത്രമല്ല അരുൺ ബാധിക്കുന്നത്, സാധാരണക്കാരായ ഓരോ മനുഷ്യരെയും ബാധിക്കുന്നുണ്ട്. കാരണം ഒരു ചായക്കും ഒരു കടിക്കും നമ്മൾ 10 രൂപ അധികം കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെയൊക്കെ ഒന്നൊരു ചായയോ കടിയോ ഒക്കെ കഴിച്ച് പണിക്ക് പോകാമെന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നിത്യ ജോലി ചെയ്ത് പണമുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സാധാരണക്കാരായ മനുഷ്യർ, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലുറപ്പിന് പോകുന്ന, പെയിന്റ് അടിക്കാൻ പോകുന്ന, സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമാണ്. നമ്മുടെ പോക്കറ്റ് കാലിയാകുന്ന പ്രശ്നം തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഒരു കട നടത്തുന്ന ആളുകളുടെ മാത്രം പ്രശ്നമായി നമുക്കതിനെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അരുൺ. അത് എല്ലാവരുടെയും പ്രശ്നമായി മാറും. ചായയും കടിയും നമ്മൾ പറഞ്ഞത് ഏറ്റവും ബേസിക്കായി നമ്മൾ കഴിക്കുന്ന സാധനം ചായയും കടിയും ആയതുകൊണ്ടാണ്. ഇത് നേരത്തെ ആദിൽ പറഞ്ഞ പോലെ ബിരിയാണിയിലേക്കും ഷവർമയിലേക്കും ഷവായിലേക്കും ഒക്കെ ഈ വില കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് അരുൺ ഇതിലെ ഏറ്റവും സാന്ത്വന. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കടയിലേക്ക് നിങ്ങൾ കയറിയാൽ പഴയ രീതിയിൽ 3 തട്ടുദോശയും ഒരു ഓംലെറ്റും കൂടി 50 രൂപയ്ക്ക് അടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയാൽ നടക്കൂല. ഇനി അത് 60 രൂപയെങ്കിലും ആവും. ഒരു മസാല ദോശയും ചായയും കൂടെ കഴിക്കണമെങ്കിൽ നേരത്തെ 65 രൂപ ഒരു ചായക്ക്, അല്ല മസാല ദോശയ്ക്ക് 10 രൂപ ചായക്കായിരുന്നത് ഇപ്പോൾ മാറി 75 രൂപയ്ക്ക് മസാല ദോശയും ചായയും കഴിക്കാവുന്ന സാഹചര്യം മാറിയിട്ടുണ്ട്. 75 രൂപ മസാല ദോശയ്ക്കായിട്ടുണ്ട്, 15 രൂപ പലയിടത്തും ചായക്കായിട്ടുണ്ട്. അപ്പോൾ 75ഉം 15ഉം കൂടെ കൂട്ടിയാൽ 90 രൂപയാവും. 75 രൂപയ്ക്ക് കഴിച്ചുകൊണ്ട് സുഖമായിട്ട് രാവിലെ പണിക്ക് പൊക്കോട്ടിരുന്ന ആൾക്കാർക്ക് ഇനി 90 രൂപ കൊടുക്കണം. ഇതൊക്കെ ഇനി കൂലിയിൽ വർധനവ് ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല
പലയിടങ്ങളിലും ഗ്യാസ് വേണ്ടത്ര കിട്ടാനുമില്ല എന്നുള്ളതാണ്. ട്രംപിനെങ്ങാനും കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ